ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ക്ലീനിങ് അല്ല, ഞാൻ എപ്പോഴും ഫോളോ ചെയ്തിരുന്ന ഒരു ക്ലീനിങ് റൊട്ടീനാണ് കേട്ടോ. ഇതിൽ ഫുഡ് ഐറ്റംസോ കുക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല, ഓൺലി ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. വെറുതെ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്നില്ലേ, അപ്പോൾ നമ്മൾ വീടെങ്കിലും വൃത്തിയായി സൂക്ഷിക്കണ്ടേ. അപ്പോൾ ഇതാ രാത്രിക്ക് ഞാൻ കിച്ചണിലും ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ക്ലീനാക്കി ഇടുമ്പം നമുക്ക് രാവിലെ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. കിച്ചണിലോട്ടേക്ക് വരുമ്പം കിച്ചൺ എപ്പോഴും നീറ്റാക്കി ഇടേണ്ട ഒരു ഏരിയ തന്നെയാണ്. നാസ്റ്റെല്ലാം വേഗം തിന്നിട്ടുണ്ടെങ്കിൽ വേഗം പണിയെല്ലാവും. പക്ഷെ ഞാനെപ്പോൾ എണീക്കുന്നത് അപ്പേ നാസ്റ്റ് ചുടലുള്ളൂ, അപ്പോഴേ നാസ്റ്റ് തിന്നലുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ബാക്കിയുള്ള പണിയെല്ലാം വേഗം ആവും. ഇവനക്ക് ഫുഡ് കൊടുക്കാൻ തന്നെ കുറേ ടൈം വേണം കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും റിസ്ക് ഉള്ളൊരു പണിയും, കുറേ ടൈം വേണം കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 8:30 അതിന് ഞാൻ ഇവനക്ക് ഫുഡ് കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 9 മണിയാവും, ചിലപ്പോൾ 9:15 ആവും കേട്ടോ. അത്രയ്ക്കും ടൈം വേണം ഇവനക്ക് ഫുഡൊന്ന് കൊടുത്ത് റെഡിയാക്കാൻ കേട്ടോ. ഇനിയിപ്പം നാസ്റ്റില്ല ആക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നതാണ് കേട്ടോ. പിന്നെ എനിക്കെപ്പോഴും കിച്ചണിലെ പണി ഞാൻ ഫസ്റ്റ് തീർന്നിട്ട് ഞാൻ ബാക്കി ഏരിയയിലൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോകലുള്ളൂ. എനിക്ക് കിച്ചൺ എപ്പോഴും നീറ്റായി കിടക്കണം, അല്ലെങ്കിൽ മനസ്സിനെന്തോ ഭയങ്കര ഒരു പൊറുതേടാണ് കേട്ടോ. അപ്പോൾ കിച്ചണിലെ പണി എപ്പോഴും വേഗം തീർത്തിട്ട് ഞാൻ ബാക്കിയുള്ള ഏരിയയിലോട്ടേക്ക് ക്ലീൻ ആക്കാൻ പോകുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം എടുത്തിട്ട് സിങ്കിലേക്ക് ഇടുന്നുണ്ട്, എന്നിട്ട് ആടെല്ലാം ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള മാവെല്ലാം ഞാനൊന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കുന്നതിന് മുന്നേ നമ്മൾ ഈ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്കും ഈ പാത്രത്തിൻ്റെ വെള്ളമെല്ലാം പോയിട്ട് അതെല്ലാം ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയിട്ട് വെക്കലാണ്. പിന്നെ ഞാൻ ഈ കിച്ചണ് ഡീപ്പായിട്ട് ക്ലീൻ ആക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കിച്ചണിൽ നമുക്ക് എന്തായാലും മന്ത്ലി ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം തന്നെ ഉണ്ട്. കാരണം നമ്മളെ കബോർഡിൻ്റെ ഉൾവശമെല്ലാം നമ്മൾ മന്ത്ലി എന്തായാലും ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും കിച്ചൺ ക്ലീനിങ്ങും ഉണ്ടാവും. അതിനെക്കൊണ്ട് ഞാൻ കിച്ചൺ ഇതാ ഡീപ്പായിട്ട് ക്ലീൻ ആക്കുന്നത് കാണിക്കുന്നില്ല. പിന്നെ എനിക്ക് എപ്പോഴും ക്ലീൻ ആക്കി എടുക്കേണ്ട ഒരു ഏരിയയാണ്. ഞാൻ ജനലൊക്കെ ഇങ്ങനെ തുറന്നു വിടുന്നത് കൊണ്ട് ഇങ്ങനെ പൊടിയെല്ലാം ആ ജനലിൻ്റെ ആ സൈഡിലുണ്ടാവും. അപ്പം ഞാൻ അതെല്ലാം എപ്പോഴും ക്ലീൻ ആക്കി എടുക്കലുണ്ട് കേട്ടോ. ഞാനിനി ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ്, അതേപോലെ ഇങ്ങനെ ഗ്ലാസ് ഐറ്റംസ് അതെല്ലാം തുടക്കുന്നത് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ ആ ക്ലോത്തിൽ നമ്മൾ കുറച്ച് തുടക്കാനെല്ലാം ഉപയോഗിക്കുന്ന ലിക്വിഡോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ അതെല്ലാം ഉപയോഗിച്ചിട്ട് തുടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഷൈനിങ് കിട്ടും കേട്ടോ കൗണ്ടർ ടോപ്പ്. അതുമാത്രമല്ല, ഇങ്ങനെ ലിക്വിഡോ ഹാൻഡ് വാഷെല്ലാം ഇട്ടിങ്ങനെ കയറുമ്പം കിച്ചൺ ഫുള്ള് നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ ഈ ഒരു ഗ്യാസ് ഏരിയ എല്ലാം രാവിലെയും മോന്തിക്കും ഞാൻ ഇതേപോലെ തന്നെ ഹാൻഡ് വാഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ആക്കുന്ന കറണ്ട് അടുപ്പ്, മിക്സി ഇതെല്ലാം ഞാൻ എപ്പോഴും തുടച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മേലെ തന്നെയുള്ള കബോർഡും ഞാൻ എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചിടുകയുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ മേലെ പൊടികളെല്ലാം പോയിക്കോളും. ഇനിയിപ്പോൾ ഇതാ കിച്ചണിലെ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് കൊണ്ടേ കളഞ്ഞിട്ട് ടിന്നെല്ലാം കഴുകി വെച്ചിന്. പിന്നെ സിങ്ക് ഞാൻ രാവിലെയും രാത്രിയും സോപ്പിട്ടിട്ട് കഴുകും കേട്ടോ. നമ്മൾ കിച്ചണിൽ കൗണ്ടർ ടോപ്പെല്ലാം എന്നും ക്ലീൻ ആക്കിയിടുമല്ലോ, അതേപോലെ തന്നെ നമ്മളെപ്പോഴും ക്ലീൻ ആക്കിയിടേണ്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ. അപ്പം എനിക്കിപ്പോൾ അയാനെല്ലാം ഇങ്ങനെ ഫ്രിഡ്ജെല്ലാം ഇങ്ങനെ തുറക്കുന്നത് കൊണ്ട് ഓൻ്റെ കൈൻ്റെ പാടും അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പം അതെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കലുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചുവാരി തുടക്കാനുണ്ട്, അത് ഒപ്പരം തന്നെയാണ് കേട്ടോ. തുടക്കൽ എല്ലാ ഏരിയയിലും തുടക്കുമ്പോൾ കിച്ചണും തുടച്ചു വരും, അങ്ങനെയാണ്. ഇതിപ്പം ഞാൻ അടിച്ചുവാരി ഇടുന്നതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതാ ഇപ്പോൾ ടേബിളിൻ്റെ മേലെ കുറച്ചും തുണിയെല്ലാം മടക്കി വെക്കാനുണ്ട്, അതെല്ലാം ഒന്ന് മടക്കി വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലിവിങ് ഏരിയയിൽ നിന്നാണ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയുള്ള ടീപ്പോയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കും. അതിൽ ഇതേപോലെ തന്നെ നമ്മൾ തുടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഒഴിച്ചിട്ടാണ് തുടച്ചെടുക്കൽ കേട്ടോ. എന്നിട്ട് അത് സോഫയെല്ലാം ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കും, ജസ്റ്റ് ഒന്ന് തട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 2 ദിവസം കൂടുമ്പോൾ അതിൽ ഷീറ്റ് എടുത്തിട്ട് ഒന്ന് കുടഞ്ഞിട്ട് വിരിക്കും. ഇനി അതിൻ്റെ കോർണർ ഏരിയയും ഞാൻ ഇതായി തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ടെടുക്കുന്നുണ്ട്.
ഞാൻ ഫസ്റ്റ് എല്ലാ ഏരിയ ഒന്ന് നീറ്റാക്കി സെറ്റാക്കിയിടും. എന്നിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിൽക്കലുള്ളൂ. ഇനിയിപ്പം ഞങ്ങൾ ബെഡ്റൂം വെക്കുകയാണെങ്കിൽ എനിക്ക് രാവിലെ തന്നെ പുതപ്പൊന്നും മടക്കി വെക്കാൻ പറ്റൂല കേട്ടോ. അയാൻ എണിച്ചതിന് ശേഷം എനിക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ക്ലീനിങ് ടൈമിൽ തന്നെ ഞാൻ മടക്കി വെക്കലാണ്. പിന്നെ അയാൻ്റെ കുറേ കളിസാനെല്ലാം ഉണ്ട്, അതെല്ലാം ഓൻ തന്നെ ഒരു സഞ്ചിയിലിട്ട് വെച്ച് നിൽക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് വെക്കലാണ്. എനിക്ക് പിന്നെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഡ്രസ്സിങ് സ്റ്റാൻഡിൽ ഇങ്ങനെ തുണിയെല്ലാം ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വേണ്ട തുണി മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് മടക്കി വെക്കലാണ്. ഇനിയിപ്പോൾ ഇന്ന് ഈ റൂമിലെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റിയിട്ട് വേറൊന്ന് വിരിക്കുന്നുണ്ട്. വീക്കിലി ഇങ്ങനെ 2 ടൈമെല്ലാം ബെഡ്ഷീറ്റെല്ലാം മാറ്റും. ഇനിയിപ്പം ഒരു നന തുണി വെച്ചിട്ട് കട്ടിലിൻ്റെ 2 സൈഡും അവിടെയുള്ള ടീപ്പോയെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതാ ഒന്ന് തുടച്ചിങ്ങനെ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഡെയിലി തുടക്കുന്നതുകൊണ്ട് അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒന്ന് തുടച്ചിങ്ങനെ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ അവിടെയുള്ള അൽമാറയും ആ തുണി വെച്ചിട്ട് ഒന്നിതാ തുടച്ചെടുക്കുന്നുണ്ട്. ഇതിനെല്ലാം കുറച്ച് ടൈം മതിയല്ലോ. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമാകുമ്പം അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ആ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ റൂം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൂമിൽ ഇതിൻ്റെ അത്ര പണിയൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ബെഡ്ഷീറ്റ് ഒന്ന് റെഡിയാക്കി വിരിക്കാനും ഈ കട്ടിൻ്റെ 2 സൈഡും ഒന്ന് തുടച്ചെടുക്കാനേ ഉള്ളൂ. ഇനിയിപ്പം ഡൈനിങ് ടേബിളിൽ എനിക്ക് കുറച്ച് തുണിയെല്ലാം മടക്കിക്കാനുണ്ട്. അത് ഇന്നലത്തെ തുണിയാണ് കേട്ടോ. അപ്പം അത് ഞാൻ ഇന്നലെ മടക്കി വെക്കാൻ വിട്ടുപോയതാണ്. അപ്പം അതെല്ലാം ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ടേബിളൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ടേബിൾ ഉപയോഗിക്കലില്ല, പക്ഷെ എന്നാലും അതിൻ്റെ മേലെ ഇങ്ങനെ പൊടികളൊക്കെ ഉണ്ടെങ്കിലോ കരുതിയിട്ട് അതെല്ലാം ഒന്ന് തുടച്ചെടുക്കലാണ്. പിന്നെ ടേബിളിൻ്റെ മേലെ അങ്ങനെ ഒന്നും വെക്കലൊന്നുമില്ല കേട്ടോ. അത് എനിക്ക് വെക്കുന്ന തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇനിയിപ്പം എല്ലാ ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചു വാരാനായിട്ട് ഉള്ളൂ കേട്ടോ. അടിച്ചു വരുമ്പോഴും ഞാനിതാ ജസ്റ്റ് ഒന്നിങ്ങനെ മാറാലെല്ലാം ഒന്ന് തട്ടി കൊടുക്കും. ഇത് എന്നും തട്ടുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മാറാലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഞാൻ 2 ദിവസം തട്ട തന്നാൽ അപ്പം ഉണ്ടാവും കേട്ടോ മാറാല ആടിയിടലായിട്ട്. അപ്പം അതെല്ലാം ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റൂമിലൊക്കെ ഡ്രസ്സിങ് സ്റ്റാൻഡ് വെച്ച് ആ ഒരു മൂലക്കൊക്കെ ഇങ്ങനെ മാറാൽ എപ്പോഴും കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആടെ ഞാൻ ഇത് ചൂല വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിയെടുക്കുന്നുണ്ട്. ആടെ അങ്ങനെ മാറാലും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഡെയിലി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതെന്ന് മാത്രം കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും പൊടിയും വേസ്റ്റും എല്ലാം ഉണ്ടാകുന്ന ഒരു സൈഡാണ് കട്ടിലിൻ്റെ അടിഭാഗം കേട്ടോ. അപ്പം അവിടെ ഞാനിതാ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയിട്ട് അടിച്ചു വരാത്തത്. ഇനിയിപ്പം ഡൈനിങ് ഏരിയൻ്റെ ആ സൈഡിലുള്ള ജനലെല്ലാം ഒന്ന് തുറന്നിട്ടിട്ട് ആടെ ഇതേപോലെ ഞാൻ മാറാലെല്ലാം ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. ജനലിൻ്റെ ആ സൈഡിലുള്ള പൊടിയിലൊന്ന് അടിച്ചേരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 9:30 കാണും കേട്ടോ. എന്തായാലും എൻ്റെ ഒരു 11 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും എല്ലാ പരിപാടിയും കഴിയും, ക്ലീനിങ്ങും എല്ലാം കഴിയും കേട്ടോ. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ പൊടിയും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് കേട്ടോ. പക്ഷെ എന്നാലും എനിക്കൊന്ന് അടിച്ചവരി തുടച്ചിട്ടില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര ഒരു ഇടങ്ങാറാണ്. അടിച്ചെല്ലാം വാരി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ വാഷ് ബേസ് കഴുകലുള്ളൂ. വാഷ് ബേസ് ഡെയിലി കഴുകലൊന്നുമില്ല, 2 ദിവസമെല്ലാം കൂടുമ്പോഴേ കഴുകലുള്ളൂ. കാരണം അവിടെ ആരും ഉപയോഗിക്കലൊന്നുമില്ല, അതിനെക്കൊണ്ട് 2 ദിവസമെല്ലാം കൂടുമ്പോഴേ കഴുകലുള്ളൂ. പിന്നെ ഞാൻ വാഷ് ബേസ് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴുകിയിട്ടെടുക്കുന്നത്. ഇനിയിപ്പം തുടക്കലും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ തുടക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കില്ല. എപ്പോഴെപ്പോഴും ഇങ്ങനെ തുടക്കുന്നതെല്ലാം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ല, അതിനെക്കൊണ്ട് ഉൾപ്പെടുത്തിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തുടക്കലെല്ലാം കഴിഞ്ഞ് ചോറ് തിളപ്പിച്ച് ഊറ്റാനുണ്ട്, അതെല്ലാം ഒന്ന് ഊറ്റിയെടുക്കലാണ്. പിന്നെ കുറച്ച് പ്ലേറ്റ്സ് എല്ലാം ഒന്ന് എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അതിൻ്റെ ബോക്സിലിട്ടിട്ട് ഒന്ന് എടുത്ത് വെക്കലാണ്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഡെയിലി ക്ലീനിങ് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.